الرحمن الرحيم يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹധനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനാണ് ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിനോട് വിരോധം വെക്കുകയും എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിനെ മനസ്സിലാക്കി മുസ്ലിമാകുകയും ചെയ്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിന് ശേഷം ഈ ഹക്കീം ബിൻ ഹിസാം പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം ഹക്കീം ബിൻ ഹിസാം മക്കയിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. കാരണം അദ്ദേഹം ആ സമയത്ത് മുശ്രിക്കായിരുന്നു. ഒരു ദിവസം അദ്ദേഹം മക്കയിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾക്കൂട്ടം അദ്ദേഹം കണ്ടു. ആ ആൾക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു കച്ചവടക്കാരൻ അയാളുടെ കയ്യിലുള്ള ഒരു വസ്ത്രം വിൽക്കുന്നതും അതിൻ്റെ മഹത്വങ്ങൾ പറയുന്നതുമാണ് ഹക്കീം ബിൻ ഹിസാം കണ്ടത്. യമനിലെ തുബ്ബ രാജാക്കന്മാരിൽപ്പെട്ട ഒരാളായ ദി യസൻ എന്ന് പറയുന്ന രാജാവിന്റെ ഉടയാടകൾ, ആ രാജാവിന്റെ വസ്ത്രങ്ങളാണ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ആളുകൾ അത് കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. അതിന്റെ വിലയാകട്ടെ വളരെ വലുതായിരുന്നു. എങ്കിലും ആ ഒരു വസ്ത്രം കണ്ടപ്പോൾ ഹക്കീം ബിൻ ഹിസാം ആ വസ്ത്രം വാങ്ങി, വളരെ വലിയ വില കൊടുത്ത ആ വസ്ത്രം വാങ്ങി മക്കയിൽ നിന്ന് നേരെ മദീനയിലേക്ക് പോകുകയാണ്. ഹക്കീം ലക്ഷ്യം വെക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. മുശ്രിക്കായിരുന്നിട്ട് കൂട്ടി പ്രവാചകനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ആ ഒരു വസ്ത്രവുമായി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒന്നും വേണ്ട. കാരണം അതിന് തൊട്ട് മുമ്പാണ് ചില യുദ്ധങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഹക്കീം ബിൻ ഹിസാം വല്ലാതെ നിർബന്ധിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണം കൊടുത്തുകൊണ്ട്, അദ്ദേഹം പറഞ്ഞൊരു പണം കൊടുത്തുകൊണ്ട് അത് വാങ്ങുകയും ചെയ്തു. ഹക്കീം പറഞ്ഞു, നിങ്ങൾ ആ വസ്ത്രം ഒന്ന് ധരിച്ചു വരൂ, അതുകൂടി കണ്ടിട്ട് എനിക്ക് തിരിച്ചു പോകാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് വരികയാണ്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഹക്കീം ബിൻ ഹിസാം പറയാണ്, എൻ്റെ ജീവിതത്തിൽ അത്രയും സുന്ദരമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടേയില്ല. അത്രയും സുന്ദരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച ആ വസ്ത്രത്തിലൂടെ പ്രവാചകനെ കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം ആ വസ്ത്രം ധരിച്ചു. പിന്നീട് വീണ്ടും തൻ്റെ സാധാരണ വസ്ത്രം ധരിച്ചു. ഈ വസ്ത്രം അഴിച്ചു വെച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് അങ്ങോട്ട് കടന്നു വരുന്നത്. ഉസാമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉമ്മയെ പോലെയായിരുന്നു. ഒരു കറുത്ത ശരീരമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാണാൻ അത്രയൊന്നും സൗന്ദര്യമില്ലാതിരുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ട്. ശാരീരികമായിട്ട് അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ വാപ്പയാകട്ടെ ആദ്യ കാലഘട്ടത്തിൽ അടിമയാണ്. അതുകൊണ്ട് തന്നെ അടിമയായിട്ടുള്ള ആളെയാണ് കല്യാണം കഴിച്ചത്. പിന്നീട്
ഉസാമയെയും അടിമയായി കൊണ്ടാണ് പലരും കണ്ടിരുന്നത്. എന്നാൽ ഉസാമത്ത് ഇബ്നു സെയ്ദ് അവിടെ വന്നപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി വെച്ചിട്ടുള്ള ആ വസ്ത്രം ഇങ്ങനെ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി അത് ഉസാമക്ക് ഒരു ആഗ്രഹമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ആ വസ്ത്രം എടുത്തുകൊണ്ട് ഉസാമക്ക് കൊടുത്തു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഉസാമത്ത് ഇബ്നു സെയ്ദ് ആ തുബ്ബ രാജാവിന്റെ വസ്ത്രം ധരിച്ചു കൊണ്ടുവരികയാണ്. ഈ കാഴ്ച കാണുകയാണ് മുശ്രിക്കായിരുന്ന ഹക്കീം ഇബ്നു ഹിസാം. ഹക്കീം ഇബ്നു ഹിസാം അപ്പോഴും അവിടെയുണ്ട്. ആ വസ്ത്രം ധരിച്ചു വന്ന ഉസാമയെ കണ്ടുകൊണ്ട് ഹക്കീം ഇബ്നു ഹിസാം ചോദിക്കുകയാണ്, യാ ഉസാമ അതൽബിസു ഹല്ലത ദീ യസൻ? അല്ല ഉസാമ, ആ തുബ്ബ രാജാവായ ദീ യസന്റെ ഉടയാടകളാണോ നീ ധരിച്ചിട്ടുള്ളത്? അതിന് മാത്രം നിനക്കെന്ത് യോഗ്യതയാണുള്ളത്? ഇതാണ് ചോദ്യം. ആ സമയത്ത് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി, ആ ഒരു മറുപടിയെ കുറിച്ച് പറയാനാണ് പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം ഇത്രയും വിശദീകരിച്ചത്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഹക്കീം ഇബ്നു ഹിസാമിനോട് പറയാണ്, നഅം, അതെ, വല്ലാഹി ലഅന ഖൈറും മിൻ ദീ യസൻ വലി അബീ ഖൈറും മിൻ അബീ. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ പറഞ്ഞ യമനിലെ തുബ്ബ രാജാക്കന്മാരിൽപ്പെട്ട ദീ യസനില്ലേ, ആ ദീ യസനേക്കാൾ ഉത്തമനാണ് ഞാൻ. ആ ദീ യസന്റെ വാപ്പയില്ലേ, ആ വാപ്പയേക്കാൾ ഉത്തമനാണ് എന്റെ വാപ്പയായ സെയ്ദ്. ഈ ഒരു വാചകം ഉസാമത്ത് ഇബ്നു സെയ്ദ് പറഞ്ഞപ്പോ ഹക്കീം ഇബ്നു ഹിസാം ആകെ അത്ഭുതപ്പെട്ടു പോയി. ഹക്കീം ഇബ്നു ഹിസാം അവിടുന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്താനുള്ള കാരണം, ഒന്നുമല്ലാതിരുന്ന അടിമയായി ജീവിച്ച ഉസാമത്ത് ഇബ്നു സെയ്ദിന്റെ വാചകമാണ്, ഒരു രാജാവിനേക്കാൾ ഉത്തമനാണ് ഞാൻ. ആ രാജാവ് പാരമ്പര്യമായി നേടിയിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ ഉത്തമ സ്ഥാനം എനിക്കുണ്ട്. ഇത് എന്തുകൊണ്ടാ പറഞ്ഞത്? ഉസാമത്ത് ഇബ്നു സെയ്ദിന്റെ സൗന്ദര്യം വെച്ചുകൊണ്ടല്ല പറയുന്നത്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ ആധിക്യം കാണിച്ചുകൊണ്ടല്ല പറയുന്നത് ഞാനാണ് ദീ യസൻ രാജാവിനേക്കാൾ ഉത്തമനെന്ന്. തറവാടിന്റെ മഹത്വം നോക്കിക്കൊണ്ടല്ല, മറിച്ച് അന മുസ്ലിം, അന മുസ്ലിം, ഞാൻ മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വാചകത്തിൽ മാത്രം ഒതുക്കുന്ന വാക്കല്ല, മറിച്ച് അത് ഇസ്സത്തുള്ള മുസ്ലിം ആകുക എന്നുള്ള ഒരു പ്രയോഗം കൂടിയാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകം ഇങ്ങനെ പറയുമ്പോൾ പോലും ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നതും ഒരു മുസ്ലിമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നതുമൊക്കെ എന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഞാനൊന്നും അത്ര വലിയൊരു സ്ഥാനമൊന്നുമില്ല, മുസ്ലിം എന്നതിന്റെ എന്തെല്ലാം ഐഡന്റിറ്റി ഉണ്ടോ ആ ഐഡന്റിറ്റി മുഴുവൻ ഒഴിവാക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഉമ്മത്ത്. മുസ്ലിമിന്റെ ലക്ഷണങ്ങളായി, അവന്റെ ആസാറുകളായി, അവന്റെ ചിഹ്നങ്ങളായി എന്തെല്ലാം ഉണ്ടോ ആ ചിഹ്നങ്ങളെല്ലാം ഒഴിവാക്കുക. മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ് അവന്റെ താടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ താടി വളർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ്. ആ ഐഡന്റിറ്റി ഇന്ന് വേണ്ട, അതൊരു മോശമാണ്. ആളുകൾ ഇങ്ങനെ പറയും, എന്താ തീവ്രവാദിയാണെന്നാ പറയുന്നത്. ഒരു താടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നു തീവ്രവാദിയാണ്. എന്നാൽ ആ താടിയുടെ അറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാലോ അവിടെ പ്രശ്നമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്താ, കുറച്ചൊരു മോഡേണ്, ഒരു സോഷ്യലാണ് അവൻ, കുറച്ചുകൂടി അവൻ വേറെ ഏതോ നാട്ടിലൊക്കെ ഉള്ള ഒരാളാണ്, കുറച്ചുകൂടി ആധുനികമായി ചിന്തിക്കുന്ന ഒരാളാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാമിന്റെ എല്ലാ ഇസ്സത്തും എല്ലാ ചിഹ്നങ്ങളും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ സലാം പറയണം. പക്ഷേ സലാം പറയുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതുകൊണ്ട് തൽക്കാലം ഒരു ഹായ് ഒതുക്കാം. ചിന്തിക്കുന്നവരില്ലേ? മുസ്ലിം എന്ന പേര് അതൊരു പഴഞ്ചനാണ്. തൽക്കാലം ആ പേര് മറ്റൊരു മോഡേൺ ആയിട്ടുള്ള പേരുണ്ട്. പേരിലും രൂപത്തിലും വസ്ത്രത്തിലും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കുന്നൊരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിൽ കുറച്ച് ആളുകളെങ്കിലും, അല്ല ചിലരെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്താ അതിന്റെ പ്രശ്നം?
അവിടെയാണ് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടത്. ഒരു മുസ്ലിം ഇസ്സത്തുള്ളവനാവണമെങ്കിൽ ആദ്യം അവൻ അതിനെക്കുറിച്ചൊന്ന് അറിയണം. ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞാൽ അവൻ ഉറപ്പിച്ചു പറയും, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാം ഉൾക്കൊള്ളുന്നവനാണ്, എന്റെ പേരിന്നതാണ്, ഞാൻ സലാം പറയുന്നവനാണ്, എന്റെ അടയാളം ഇന്നതാണ്, എന്റെ ചിഹ്നം ഇന്നതാണ്, കൃത്യമായിട്ട് പറയാൻ അവന് കഴിയും. അവിടെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഓരോന്നും ഒന്ന് പരിശോധിച്ചോളി. ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന റബ്ബ്, ഇതര മതവിഭാഗങ്ങളും ഇസ്ലാമും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാം പരിചയപ്പെടുത്തുന്ന റബ്ബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേശത്ത് മാത്രം പരിചയമുള്ള ഒരു റബ്ബല്ല. മറ്റു ഇതര സമുദായങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ നാട്ടിൽ ജീവിച്ച് മരിച്ചുപോയ ഒരാൾ, അതല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഒരു ബിംബം, ആ കൈകൊണ്ടുണ്ടാക്കിയ ആള് തന്നെ തന്റെ ആവശ്യങ്ങൾ അതിനോട് പറയുന്നു. എത്ര ദുർബലമായ വിശ്വാസം! അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോയ വ്യക്തി, ആ വ്യക്തിയെ തങ്ങളുടെ രക്ഷിതാവായി, തന്റെ റബ്ബായി, തന്റെ ഉടയോനായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന റബ്ബും ഏതെങ്കിലും ഒരു ദേശത്തിന്റെ, രാജ്യത്തിന്റെ, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ റബ്ബല്ല, മറിച്ച് എല്ലാത്തിന്റെയും റബ്ബാണ്. എല്ലാത്തിന്റെയും റബ്ബ്, റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ്. ഈ മനുഷ്യരുടെ മാത്രമല്ല, മുസ്ലിങ്ങളുടെ മാത്രം റബ്ബല്ല അല്ലാഹ്. ഈ ലോകത്ത് ആരെല്ലാം വന്നിട്ടുണ്ടോ, ആരെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടോ, ആരെല്ലാം കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ എല്ലാം റബ്ബ്. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ കൽപ്പന ഏതാണെന്നറിയോ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ജനങ്ങളെ എന്നാ വിളിക്കുന്നത്, മുസ്ലിങ്ങളെ എന്നല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ഒരു സംഘടനയെ മാത്രമല്ല, മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്തവരാവട്ടെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയാണ്, ജനങ്ങളെ ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. ആ രക്ഷിതാവിന്റെ പ്രത്യേകത എന്താ? ഒരു രക്ഷിതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ അവിടെ നിർത്തിയിട്ടില്ല. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചവനാണ്. ആ വാചകത്തിലെല്ലാം വന്നു. ഈ ലോകത്ത് ആരെല്ലാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവരൊക്കെ അള്ളാഹു സൃഷ്ടിച്ചവരാണ്. അള്ളാഹു സൃഷ്ടിച്ചവരാണ് അവരൊക്കെ. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെയും സൃഷ്ടിച്ചവൻ. ഏറ്റവും സുന്ദരമായൊരു വാചകം. ഒരിക്കലും വർഗീയതയില്ലാത്ത ഒരു പ്രയോഗമാണ് അള്ളാഹ് പറഞ്ഞത്. ഇസ്ലാം ഒരിക്കലും വർഗീയതക്ക് വിളിച്ചിട്ടില്ല, വർഗീയത പറഞ്ഞിട്ടില്ല, വർഗീയതക്ക് വേണ്ടി ക്ഷണിക്കാനും പാടില്ല. എന്നാൽ അവിടെ പറഞ്ഞതോ ഏറ്റവും സുന്ദരമായ വിശാലമായ അർത്ഥം. നിങ്ങളെ സൃഷ്ടിച്ചവനാരാണോ അവനെ നിങ്ങൾ ആരാധിച്ചോ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ, ആ മുമ്പുണ്ടായിരുന്ന ആളുകളിൽ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ട്, ആ മുമ്പുണ്ടായിരുന്ന ആളുകളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, ആ മുമ്പുണ്ടായിരുന്ന ആളുകളിൽ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്, ആ മുമ്പുണ്ടായിരുന്ന ആളുകളിൽ ഉസൈർ ഉണ്ട്, ആ മുമ്പുണ്ടായിരുന്ന ആളുകളിൽ ആരെല്ലാം ഈ ലോകത്ത് ആരാധിക്കുന്നവരായിട്ടുണ്ടോ അവരൊക്കെ ഈ ലോകത്ത് ജനിച്ചവരാണ്. ഇന്ന് ലോകത്ത് ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അവരൊക്കെ ഈ ലോകത്ത് ജനിച്ചവരാണ്. ആ ജനിച്ചവരെ എല്ലാം സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിച്ചു. ഇത്രയും നല്ല ഒരു വിശ്വാസം വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റും? ആ വിശ്വാസത്തിലെ ആ റബ്ബിനെ അംഗീകരിക്കുന്ന നമ്മൾ ആ വിശ്വാസം പൂർണ്ണമാക്കുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ ചില വാർത്തകളും ചില വീഡിയോസ് ഒക്കെ കണ്ടു. ഈ മുസ്ലിം ഉമ്മത്തെന്ന് പറയുന്ന ആളുകളിൽ ചിലർ, മുസ്ലിം ഉമ്മത്തിന് ആ വിശ്വാസമൊന്നുമില്ല, ചില ആളുകളെങ്കിലും കേരളക്കരയിലെ കോഴിക്കോട് ജില്ലയിലുള്ള മടവൂരെന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വിഷയത്തിൽ ആദ്യം അദ്ദേഹം വലിയാണെന്നാണ് പറഞ്ഞതെങ്കിൽ, അദ്ദേഹം അള്ളാഹുവിന്റെ സ്വന്തക്കാരനാണ് പറഞ്ഞതെങ്കിൽ, പിന്നീട് ഒരു 2-3 കൊല്ലങ്ങളായിട്ട് ഈ ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. ആ മനുഷ്യനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കാനും എല്ലാത്തിനും മരിച്ചവരെ ജീവിപ്പിക്കാൻ വരെ അയാൾക്ക് കഴിയും എന്ന വിശ്വാസമായിരുന്നുവെങ്കിൽ
പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പാടി 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 ഇപ്പൊ ഏറ്റവും അവസാനത്തിൽ പറയുന്നത് ഞങ്ങളെ പടച്ചോൻ ആ കോഴിക്കോട് ജില്ലയിലുള്ള വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ മുസ്ലിം ഉമ്മത്തിലെ വളരെ തുച്ഛമായ ചില ആളുകൾ. അത്രേ ഉള്ളൂ. മുസ്ലിം ഉമ്മത്തിലെ വിശ്വാസമൊന്നുമില്ല. അത് ഏതൊരാളോടും പറഞ്ഞാലും അവരാരും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ ചില ആളുകളെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്. ഒരു മുസ്ലിം ഇസ്സത്തുള്ളവനാകുന്നത് തന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെയാണ്. ആ ഇസ്സത്ത് നമുക്കുണ്ടാവണം. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന് ഇസ്സത്ത് ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് അവന്റെ വേദഗ്രന്ഥമാകുന്ന ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇസ്സത്ത് നമുക്കുണ്ടാവണം, ഒരു അഭിമാനബോധം ഉണ്ടാവണം. ഖുർആനിന്റെ വിഷയത്തിൽ ഒരു അഭിമാനബോധം നമുക്കുണ്ടാവണം. എന്താണ് ഖുർആനിന്റെ പ്രത്യേകത? നമ്മുടെ നാട്ടിൽ ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ. പലരും അവരവരുടെ വേദഗ്രന്ഥങ്ങൾ അതാണ് ശരിയെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആനിന് എന്താണ് സവിശേഷത? ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയൂ? ഒന്നാമത്തെ കാര്യം, മറ്റു വേദഗ്രന്ഥങ്ങളൊന്നും തന്നെ സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. സ്വയം ദൈവീകമാണ്, ഇത് പടച്ചോന്റെ അടുത്ത് നിന്നുള്ളതാണ്, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് ഖുർആൻ മാത്രമേ അവകാശപ്പെട്ടിട്ടുള്ളൂ. മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തു, മറ്റുള്ളവർ രേഖപ്പെടുത്തി, അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയത് ചില ചരിത്രങ്ങളായി അവർ രേഖപ്പെടുത്തി. കുറെ ആളുകൾ മീറ്റിംഗ് കൂടി പ്രത്യേക കോൺഫറൻസുകൾ ഉണ്ടാക്കി, എന്നിട്ട് അതിലൂടെ തീരുമാനിച്ചു ഇത് നമുക്ക് വേദഗ്രന്ഥമാക്കാം. അതുണ്ടായത്. എന്നാൽ വിശുദ്ധ ഖുർആനോ 23 കൊല്ലം കൊണ്ടാണ് ഖുർആൻ ഉണ്ടായത്. ഖുർആനിനെ അവതരിപ്പിക്കുന്നത് 23 കൊല്ലം കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും 23 കൊല്ലം കൊണ്ട് പല മാറ്റങ്ങളും വരാം, പല തിരുത്തലുകളും വരാം. ഒരാൾ പറഞ്ഞത് പിന്നെ 23 കൊല്ലം കഴിഞ്ഞാൽ മാറിപ്പറയാം, അബദ്ധങ്ങൾ സംഭവിക്കാം, മറന്നുപോയത് നേരെ പറഞ്ഞതിന് നേരെ വിപരീതമായി ചില വാക്കുകൾ പറയാം. എന്നാ നിങ്ങൾ ഖുർആൻ പരിശോധിച്ച് നോക്കി. ഖുർആനിന്റെ അത്ഭുതം എന്താ? 23 കൊല്ലം 23 വർഷം കൊണ്ടുണ്ടാക്കിയ 6000-ലധികം ആയത്തുകളുള്ള 114 അധ്യായങ്ങളുള്ള ഖുർആനിനെ ഒരിക്കലും ഒരു അബദ്ധവും നമുക്ക് കാണാൻ കഴിയില്ല. പല ആളുകളും പരിശ്രമങ്ങൾ വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ട് പരിശ്രമിക്കുന്നുണ്ട് ഈ ഖുർആനിനെ നിന്ദിക്കാനും ഖുർആൻ അബദ്ധമാണെന്ന് പറയാനും. പക്ഷെ അവർക്കാർക്കും തന്നെ പ്രാമാണികമായിക്കൊണ്ട് വ്യക്തമായി ഖുർആനിനെ തിരുത്താനോ അല്ലെങ്കിൽ ഖുർആനിനെ മാറ്റം വരുത്താനോ ഖുർആൻ അബദ്ധമാണെന്ന് പറയാനോ ഖുർആൻ ദൈവികമല്ലെന്ന് പറയാനോ അവർക്ക് കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ഖുർആനിനെ പോലുള്ളൊന്ന് കൊണ്ടുവരും. ഇനി അല്ല ഖുർആനിനെ പോലെ കൊണ്ടുവരാൻ കഴിയൂലെങ്കിൽ ഒരു 10 സൂറത്ത് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറ്റും, 10 ആയത്തെങ്കിലും അതെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അത് അല്ലാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അതിൽ ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഈ ഖുർആൻ ആർക്ക് അവതരിക്കണത്? എഴുത്തും വായനയും അറിയാതിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ എല്ലാം പഠിച്ച ഒരാളാണെങ്കിൽ പറയാം, ആ പഠിപ്പിനനുസരിച്ചുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി കൊണ്ടുവരാം. പക്ഷെ ഉമ്മിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിരക്ഷരനായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത്ഭുതം പറയുന്നത്. അതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യം പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖിയാമ, ആ ഖിയാമയിലുള്ള ഒരു ആയത്താണ് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിങ്ങളുടെ വിരൽത്തലപ്പുകളെ പോലും നാം നിങ്ങൾക്ക് വ്യത്യസ്തമാക്കിയിരിക്കുന്നു. നമ്മുടെ വിരൽത്തലപ്പുണ്ടല്ലോ, എൻ്റെ ഈ വിരലടയാളമല്ല എൻ്റെ വീട്ടിലുള്ള ഒരാളുടെ, ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 കൊല്ലങ്ങൾക്ക് മുമ്പാ പറയുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1700-കൾക്ക് ശേഷമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചയാകുന്നതും പിന്നീട് ഏതെങ്കിലും ഒരു കേസ് നടക്കുമ്പോൾ ഫോറൻസിക് വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നതും വിരലടയാള വിദഗ്ധന്മാർ വന്നുകൊണ്ട് പരിശോധിക്കുന്നതും എല്ലാവരുടെയും വിരലടയാളം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പല ക്രൈം നടക്കുന്ന സമയത്ത് കുറ്റവാളികളെ തിരിച്ചറിയുന്നതുമൊക്കെ ഈ കഴിഞ്ഞ 100 വർഷങ്ങൾക്കുള്ളിലാണ്.
1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ വിരൽ തലപ്പുകളെ നാം നിങ്ങൾക്ക് വ്യത്യസ്തമാക്കി. ഖുർആനിൽ ഇതിലേറെ അത്ഭുതത. ഇങ്ങനെ എത്രയെത്ര ശാസ്ത്രീയപരമായ കാര്യങ്ങൾ, മാനവികമായ കാര്യങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ എല്ലാം ഖുർആൻ. പക്ഷെ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഖുർആനിനെ ഇത് എൻ്റെ റബ്ബിന്റെ വേദഗ്രന്ഥമാണ്, ഇത് എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വഴികാട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല? എന്താ അതിന്റെ കാരണം എന്നറിയോ? ആ ഖുർആനിനെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ആയത്ത് പോലും ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ പറയുന്നത്, കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. എത്രയോ കാലമായി ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഖുർആനിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, ഖുർആനിന്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഇസ്സത്ത് കുറവായിട്ട് തോന്നുന്നത്. എന്നാൽ ഇത് കൃത്യമായി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആയത്തുകൾ വായിക്കുമ്പോഴും ഞാനുണ്ടല്ലോ ആ ഖുർആനിന്റെ ആളാണ്, ആ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവാചകനിൽ അഭിമാനബോധമുള്ളവരാണ്. അള്ളാഹുവിലുണ്ട്, ഖുർആനിലുണ്ട്, പ്രവാചകനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഒരു അഭിമാനം ഉണ്ടാവും. ഒരൊറ്റ ചരിത്രം ആ വിഷയത്തിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു യുദ്ധമായിരുന്നു ഗുസ്വത്ത് ബനിൽ മുസ്തലഖ് യുദ്ധം. ഈ ബനിൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വരികയാണ്. ആ വരുന്ന സമയത്ത് മുഹാജിറുകളും അൻസാറുകളും, സഹാബിമാരിലെ 2 വിഭാഗമാണ് മുഹാജിർ അൻസാർ. അതിലെ മുഹാജിറുകളിൽപ്പെട്ട ഒരു സ്വഹാബി അൻസാറുകളിൽപ്പെട്ട ഒരാളോട് ചെറിയൊരു തർക്കമുണ്ടാകുകയും ദേശത്തിന്റെ പേരിൽ ഒരടി അടിക്കുകയും ചെയ്തു. അവരുടെ അടുക്കൽ പാടില്ലാത്തതായിരുന്നു, പക്ഷേ മാനുഷികമായി കൊണ്ട് സംഭവിച്ചു. അൻസാരികളാവട്ടെ മദീനക്കാരാണ്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആളുകളും. ഈ ഒരു വാർത്ത, ഈ ഒരു സംഭവം കത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകളായ ആളുകൾ, കപടന്മാരായ ആളുകൾ, അവരിതിങ്ങനെ പറയാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ ഒരാളെ തല്ലി, ഇവരെ വെറുതെ വിടാൻ പാടില്ല. എന്നിട്ട് ഈ മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒരു വാചകമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അയാൾ പറയാണ്, ലഖൂനൂന ലഇർ റജഅനാ ഇലൽ മദീന ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. നമ്മൾ മദീനത്ത് കൊണ്ട് എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇസ്സത്തുള്ള ആളുകൾ, ആ നിന്ദരായ ആളുകൾ അവിടുന്ന് പുറത്താക്കും. ഇവിടെ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ പറയുന്ന ഇസ്സത്തുള്ളവെന്ന് പറഞ്ഞാൽ അയാളാണ്. നിന്ദൻ എന്ന് പറഞ്ഞാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ അവിടെ മദീനത്ത് എത്തിക്കഴിഞ്ഞാൽ മുഹമ്മദിനെയും കൂട്ടരെ അവിടുന്ന് പുറത്താക്കും. ഇതാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന കപടന്മാരുടെ, മുനാഫിക്കുകളുടെ നേതാവിന്റെ വാക്ക്. ഇതയാൾ പറഞ്ഞു. ചില ആളുകളൊക്കെ അത് കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലും ആ വാർത്ത വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ സങ്കടമായി. കാരണം തന്നെ കുറിച്ചാ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കുമല്ലോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ എന്നാലും ഒരാൾ അങ്ങനെ പറയാ എന്നുള്ളത്, തൻ്റെ കൂട്ടത്തിൽ ആണ് എന്ന് അവകാശപ്പെടുകയും ഞാൻ ആ പ്രവാചകനെ പുറത്താക്കുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷമമുണ്ടായി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വരിക. ഇത് ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിന്റെ മകനായ അബ്ദുല്ലാഹിബ്നു അബ്ദില്ല എന്ന അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ആ മകനായ അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയപ്പോൾ മനസ്സിലായി നബിക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ട്. മദീന എത്താനെത്തിയ സമയം അവരിങ്ങനെ യാത്ര കഴിഞ്ഞ് വരികയാണ്. മദീന അടുത്തുനിന്ന് കണ്ടതും ഈ മകനായ അബ്ദുള്ള നേരെ മദീനയുടെ കവാടത്തിന്റെ ഭാഗത്ത് അവിടെ പോയി നിന്നു. തൻ്റെ കയ്യിലുള്ള വാള് ഊരി, എന്നിട്ടിങ്ങനെ കാത്തു നിൽക്കണം. ആരെയോ കാത്തു നിൽക്കണം. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഓരോരുത്തരും പോകുന്നത് ഇങ്ങനെ അബ്ദുള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. തൻ്റെ വാപ്പ അടുത്തെത്തിയപ്പോ വാപ്പാന്റെ നേരെ ആ വാള് ചൂണ്ടിക്കൊണ്ട് പറയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ തുദ്ഖുലുൽ മലായികതി അബദൻ, ഒരിക്കലും നിങ്ങളെ ഈ മദീനയിലേക്ക് ഞാൻ പ്രവേശിക്കൂല. നിങ്ങൾ പറയണം നിങ്ങളാണ് നിന്യൻ, അല്ലാഹുവിന്റെ റസൂൽ ഇസ്സത്തുള്ളവനാണെന്ന് പറയാതെ നിങ്ങളെ ഞാൻ ഈ മദീനയിലേക്ക് കയറ്റൂല. നിങ്ങളുടെ തല ഞാൻ ഉറക്കും. സ്വന്തം വാപ്പാനോടാ പറയുന്നത്.
എന്തുകൊണ്ടെന്നറിയോ? സ്വന്തം വാപ്പയെക്കാളും ഒരു മുസ്ലിം ഇസ്സത്ത് കാണുന്നത്, സ്വന്തം വാപ്പയേക്കാൾ ഒരു മുസ്ലിം ഇഷ്ടപ്പെടുന്നത്, ഉമ്മയേക്കാൾ ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയതുകൊണ്ടാണ്.